ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേവതിക്ക് പ്രതിഫലമായിട്ട് പൂമാല വിറ്റ് കിട്ടിയ പ്രതിഫലമായിട്ട് കാശ് കിട്ടിയിട്ടുണ്ടല്ലോ, 5000 രൂപ എക്സ്ട്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാശൊക്കെ കൊണ്ട് രേവതി നേരെ പോകുവാണ് മഹേഷിൻ്റെ അടുത്തോട്ട്. അപ്പോൾ മഹേഷ് രേവതിയെ കാണുമ്പോഴേക്കും മഹേഷ് പറയും, സച്ചി ഇവിടെ ഇല്ലല്ലോ, സച്ചി ഓട്ടോ സ്റ്റാൻഡിലേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയും, അതെനിക്കറിയാം, ഞാൻ മഹേഷേട്ടനെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയും. അപ്പോൾ എന്നെയോ? ആ അതെ, സച്ചിയേട്ടൻ ഇപ്പോൾ ഭയങ്കര ലേറ്റായിട്ടാണ് വരുന്നത്. പണ്ടെന്ന് വെച്ചാൽ നേരത്തെ എത്തുമായിരുന്നു. എൻ്റെ അനിയൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ സച്ചിയേട്ടൻ ഓട്ടോ അല്ല ഓടിക്കുന്നത്. ഓട്ടോ ഓടിക്കുന്നത് മോശം പണിയല്ല, പക്ഷേ സച്ചിയേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, കാർ ഓടിച്ച ആൾ ഓട്ടോ ഓടിക്കുന്നത് കാണുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, കാർ ഓടിക്കുമ്പോൾ ഓട്ടോ ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് കിട്ടുമായിരുന്നല്ലോ. നമ്മൾ ഓട്ടോ ഓടിച്ചാലും കുറേ ദൂരമുള്ള ട്രിപ്പൊന്നും കിട്ടത്തില്ല. ഇവിടെ അടുത്ത് തന്നെ കുറേ ഓടിച്ചാലേ നമുക്ക് കാശ് എന്തെങ്കിലും വരുമാനം കിട്ടത്തുള്ളൂ. അതാണ്. അപ്പോൾ ബാക്കി കൂട്ടുകാരന്മാരൊക്കെ പറയും, ഞങ്ങളുടെ കടമെല്ലാം സച്ച് വീട്ടിൽ തന്നിട്ട് അവനിപ്പോൾ കിടന്ന് കഷ്ടപ്പെടുവാണ്. ഞങ്ങൾ മാസം മാസം കിട്ടുന്ന ഡ്യൂ അവന് തരാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ സച്ചി കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ അല്ലെങ്കിലും അങ്ങനെയാണ്, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ഒന്നും ചെയ്യത്തില്ല. എന്തായാലും സച്ചിയേട്ടന് ഞാനൊരു കാറ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, കാറോ? ആ, എനിക്ക് വേണ്ടി ഒരു പൂക്കടയൊക്കെ ഇട്ട് തന്ന് ആ വീട്ടിൽ എനിക്ക് ഒരു ഇത്തിരിയെങ്കിലും വിലയുണ്ടാക്കി തന്നത് സച്ചിയേട്ടനാണ്. അപ്പോൾ ആ സച്ചിയേട്ടനെ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എനിക്ക് കിട്ടിയ കാശുകൊണ്ട് ഞാനൊരു കാറ് മേടിച്ചു കൊടുക്കാം എന്ന് ഓർത്തിരിക്കുവാന്ന് രേവതി മഹേഷിനോട് പറയും. അപ്പോൾ കൂടെയുള്ളൊരു കൂട്ടുകാരൻ പറയും, പുതിയ കാറ് മേടിക്കണമെങ്കിൽ 10 ലക്ഷമൊക്കെ ആകുമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, 10 ലക്ഷമോ? അപ്പോൾ നമ്മുടെ മഹേഷ് പറയും, സെക്കൻഡ്സിൽ കാർ എടുക്കുമ്പോൾ 3 ലക്ഷത്തിന് മതിയാവും. ഓട്ടോ ഓടിക്കുന്നതിന് മുമ്പ് സച്ചി സെക്കൻഡ്സിൽ ഒരു കാർ നോക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ നോക്കിയായിരുന്നു? ആ നോക്കിയായിരുന്നു, പക്ഷേ അതൊരു 3 ലക്ഷം വരും. പിന്നെ അത് മാസം മാസം അടക്കുമ്പോഴേക്കും 50,000 വെച്ച് അടക്കേണ്ടി വരും. അപ്പോൾ സച്ചി പറഞ്ഞു, എന്നാൽ വേണ്ട, മാസം 50,000 ഒക്കെ കൊടുക്കണ്ടേ, അത് താങ്ങത്തില്ല എന്ന് പറഞ്ഞ് സച്ചി ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഇൻസ്റ്റാൾമെൻ്റായിട്ട് കെട്ടാലോ, നമുക്ക് കുറേശ്ശായിട്ട് കെട്ടാലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ആദ്യം കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ മാസം മാസം നമുക്ക് കുറേശ്ശെ തുക വെച്ച് കെട്ടാം. പക്ഷേ സച്ചിക്ക് ഓട്ടോ ഓടിച്ച് അത്രയും വരുമാനമൊന്നും കിട്ടില്ല എന്നുള്ളൊരു, പിന്നെ കുടുംബ ചെലവൊക്കെ നോക്കണ്ടേ, അതൊന്നും താങ്ങില്ല എന്നോർത്തിട്ടാണ് സച്ചി ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചതെന്ന് മഹേഷ് പറയും. അപ്പോൾ മഹേഷും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് രേവതിയോട്, ഞങ്ങൾ കുറച്ച് കാശിട്ട് സഹായിക്കാം, എന്നിട്ട് കാറ് മേടിക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയും, അതൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ പൂ കെട്ടിയ കാശിരിപ്പുണ്ട്, അത് വെച്ച് നമുക്കൊരു കാറ് മേടിക്കാം. അന്ന് സച്ചിയേട്ടൻ കാറ് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ആ ഷോറൂം വരെ പോയി നോക്കിയാലോ എന്ന് പറയും. അപ്പോൾ മഹേഷ് പറയും, അതിനെന്താ, നമുക്ക് അവിടെ തന്നെ പോയി നോക്കാമെന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനോട് ഇത് തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എനിക്ക് വേണ്ടി ഒരു പൂക്കട പെട്ടെന്നൊരു ദിവസം എനിക്ക് സർപ്രൈസായിട്ട് തന്ന് എന്നെ ഞെട്ടിച്ച ആളാണ് സച്ചിയേട്ടൻ. അപ്പോൾ സച്ചിയേട്ടനെ എനിക്കും ഞെട്ടിക്കണം, ഒരു കാർ മേടിച്ചു കൊടുത്ത് ഞാൻ ഞെട്ടിക്കും എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ കൂടെ രേവതി പോകുവാണ്. സച്ചി അന്ന് കാറ് നോക്കി അതേ ഷോറൂമിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഷോറൂം മുതലാളിയോട് മഹേഷ് പറയും, അന്ന് ഞങ്ങൾ നോക്കിയ കാറില്ലേ, അതില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ പറയും, അതിപ്പോൾ കുറച്ച് പണി കഴിഞ്ഞ് നിർത്തിയതേ ഉള്ളൂ, 2-3 പേര് വന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഹേഷ് പറയും, ആർക്കും കൊടുക്കല്ലേ, ഞങ്ങൾ തന്നെ മേടിച്ചോളാം എന്ന് പറയുമ്പോൾ, നിങ്ങളോ, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, സച്ചിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. അവനല്ലേ അന്ന് ആ കാറ് വന്ന് നോക്കിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ രേവതി പറയും, ഞാനാണ് സച്ചിയേട്ടൻ ഈ കാറ് മേടിച്ചു കൊടുക്കാൻ പോകുന്നത്, ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും മുതലാളി, ദേ അവിടെ ഉണ്ടാക്കാറ്, പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ വിടുവാണ്. രേവതി ആ കാറ് കണ്ടിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ പറയും, ഇത് പുതിയ കാറ് പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, മേടിച്ചിട്ട് ഓണർ 1-2 വർഷമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും വിറ്റു, പുതിയ കാറ് തന്നെയാണ്, സച്ചിക്ക് കാറ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അപ്പോഴേക്കും ഓണർ ചോദിക്കും, ഇഷ്ടമായോ കാറ്? മുതലാളി ചോദിക്കും, ഇഷ്ടമായോ കാറെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, നല്ല അടിപൊളി കാറെന്ന് പറയുന്നുണ്ട്. രേവതി അപ്പോൾ മുതലാളിനോട് ചോദിക്കും, എത്രയായി കാറിനെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ഒരു 3 ലക്ഷം വന്ന് നിൽക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയും, 3 ലക്ഷമോ? അത്രയും കാശ് എൻ്റെ കയ്യിലില്ല എന്ന് പറയും, കുറേശ്ശായിട്ട് അടച്ചാൽ മതിയോ? അപ്പോൾ മുതലാളി പറയും, കുറേശ്ശെ അടച്ചാൽ മതി, പക്ഷേ ആദ്യം ഒരു 80,000 കെട്ടണം എന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, 80,000 ഞാൻ നടക്കാം, നാളെ തന്നെ നടക്കാം എന്ന് പറയും. അപ്പോൾ മുതലാളി പറയും, എളുപ്പം നടക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ കുറേ പാർട്ടീസ് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയും, അയ്യോ, വേറെ ആർക്കും കൊടുക്കല്ലേ, ഞാൻ തന്നെ
അടച്ചോളാം, പൈസ റെഡിയാക്കിയിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് പോകുവാണ്. അപ്പോൾ മുതലാളി പറയും എന്നാൽ ശരി നാളെ വാ എന്നൊക്കെ പറഞ്ഞ് രേവതിയൊക്കെ വിടും. അപ്പോൾ മറ്റേ മഹേഷും കൂട്ടുകാരനും കൂടി ചോദിക്കുന്നുണ്ട് എന്താ 80,000 എടുക്കാനില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും പൂകെട്ടിയ ലാഭത്തിൽ ഒരു 50,000 ഉണ്ട്, പിന്നെ ഞാൻ ചേർത്ത് വെച്ച ഒരു 10,000 കൂടിയുണ്ട്, അപ്പോഴും 60,000 അല്ലേ ആവത്തുള്ളൂ, അത് സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചോളാം എന്ന് രേവതി പറയുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ബാക്കി വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിലും സ്വർണം ഉടുപ്പ് അതൊക്കെ മേടിച്ച് പൈസ തീർക്കും, സച്ചിൻ നല്ല ഭാഗ്യം ചെയ്തവനാ രേവതിയെ പോലൊരു ഭാര്യയെ കിട്ടിയതിനെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി പറയും ഞാൻ പൈസ ഒപ്പിച്ചിട്ട് മഹേഷ് ഏട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് രേവതി പോകുവാണ്. എന്നിട്ട് രേവതിയുടെ അമ്മയുടെ അവിടെ ഒരു പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ട്, ന്യായമായ വിലക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ്. അയാളെ പോയി കണ്ട് പൈസ വേണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അയാൾ കട കണ്ടാലേ പൈസ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ കടയൊക്കെ വന്ന് നോക്കിയിട്ട് രേവതിക്ക് 20,000 രൂപയും കൂടി കൂടുതൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രേവതി ആ പൈസയൊക്കെ ഇട്ട് പിറ്റേ ദിവസം മഹേഷിൻ്റെ കൂടെ പോകുവാണ് കാറ് മേടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കാറിൻ്റെ പേപ്പറൊക്കെ സൈനിട്ട് മഹേഷും രേവതിയും കൂടി വീണ്ടും കാറ് നോക്കുവാണ്. അപ്പോൾ രേവതി മഹേഷിനോട് ഒരാഗ്രഹം പറയുന്നുണ്ട്, മഹേഷ് ഏട്ടാ സച്ചിയേട്ടനോട് എന്ന് ഈ വണ്ടി വന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊന്ന് പറയാൻ പറയുമെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയും സച്ചിക്ക് സർപ്രൈസായിട്ട് കൊടുക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതെ സർപ്രൈസാണ്, പക്ഷേ സച്ചിയേട്ടനാണെന്ന് പറയണ്ട, മഹേഷ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി മേടിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമെന്ന് പറഞ്ഞ് സച്ചി ഒന്ന് കൊണ്ട് വിളിപ്പിച്ചിട്ട് ഈ വണ്ടി ഒന്ന് ഓടിപ്പിച്ച് നോക്ക്, സച്ചിയേട്ടൻ ഇഷ്ടമായോ എന്നൊന്ന് അറിയണ്ടേ, എന്തായാലും ഒന്ന് വിളിച്ചുകൊണ്ടും വാന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ സച്ചി ഓടി വരും, അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണെന്ന് പറയാം, അപ്പോൾ സച്ചി വന്നൊന്ന് ഓടിച്ചു നോക്കുമല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് സച്ചിയെ വിളിക്കുവാണ്. അങ്ങനെ സച്ചി വരുന്നുണ്ട്. മഹേഷ് കുറേ കള്ളങ്ങളൊക്കെ സച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുവരുവാണ് കേട്ടോ, കാരണം സച്ചിക്ക് സർപ്രൈസായിട്ടാണല്ലോ രേവതി കൊടുക്കുന്നത്. അപ്പോൾ സച്ചി അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിനക്ക് തന്നെ നോക്കിക്കൂടെ, നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാലോ, പറഞ്ഞാൽ എനിക്കറിയില്ല അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് കാർ ഷോറൂമിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എപ്പോഴും ഓടുന്ന വണ്ടിയാണോ, അതായത് ഡ്രൈവർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഇടക്ക് വല്ലപ്പോഴും എടുക്കാനുള്ള വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും എപ്പോഴും ഞങ്ങളെപ്പോലെ തന്നെ ഓടാനുള്ള വണ്ടിയാണെന്ന് പറയും. അപ്പോൾ കാറ് നല്ലോണം നോക്കണം, അല്ലെങ്കിൽ എപ്പോഴും വർക്ക്ഷോപ്പിൽ പോയി കിടക്കാനേ നേരെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. കാറ് കാണുന്നതും സച്ചിക്ക് നല്ല സങ്കടം വരുവേ, കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ച കാറല്ലേ. സച്ചി പറയുന്നുണ്ട് കാശില്ലാതായി പോയി, അല്ലെങ്കിൽ ഞാൻ ഈ കാർ എടുത്താനേ, നോക്ക് കണ്ട പുതിയതുപോലെ തന്നെ പുതിയ കാറാണെന്നേ പറയത്തുള്ളൂ എന്ന് പറയും. മഹേഷ് പറയും നീ ഒന്ന് കയറി ഓടിച്ചു നോക്കെന്ന് പറയും. സച്ചി ഉള്ളിൽ കയറുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവേ, എടാ സൂപ്പർ എല്ലാം പുതിയതുപോലെ തന്നെ, കാശില്ലാതെ പോയെന്ന് പറഞ്ഞ് സച്ചിക്ക് ഭയങ്കര നിരാശയാണ് കേട്ടോ. കൂട്ടുകാരനോട് പറയാൻ പറയും എടാ അടിപൊളി കാറാണ്, നീ കൂട്ടുകാരനോട് ധൈര്യമായിട്ട് ഇത് വന്ന് മേടിച്ചോ എന്ന് പറയുവാണ് സച്ചി. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. രേവതി അവിടെ ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കേൾക്കുവാണ്. സച്ചി എന്നിട്ട് പോകും. മഹേഷ് പറയും നമുക്കിപ്പോൾ അത് പറയണ്ടേ, സച്ചിക്ക് വേണ്ടിയിട്ടുള്ള കാറാണെന്ന്, അവന് ഒരുപാട് സന്തോഷം ആഗ്രഹമുണ്ട് വിഷമവും ഉണ്ട് അതേപോലെ തന്നെ എന്ന് പറയുമ്പോൾ രേവതി പറയും ഇപ്പോൾ പറയണ്ട, നാളെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് സർപ്രൈസായിട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രേവതി ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് സച്ചിയെ അമ്പലത്തിലോട്ട് വിളിച്ചുകൊണ്ടും പോവുകയാണ്. പൂമാലയ്ക്ക് പ്രശ്നം വന്നപ്പോഴേക്കും ഞാൻ ദൈവത്തിനോട് നേർന്നായിരുന്നു, കിട്ടിക്കഴിഞ്ഞ ഒരു വഴിപാട് ചെയ്യാന്ന് സച്ചി ഏട്ടൻ, അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരണം എന്ന് പറഞ്ഞ് രേവതി സച്ചിനെ കൊണ്ടുപോവാണ്. കാരണം സച്ചിക്ക് അമ്പലത്തിൽ പോകണതൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ രേവതി ഇങ്ങനെ വഴിപാടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ്. എന്നാലും സച്ചി ചീത്ത പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിക്കാതെ ഒരു വഴിപാടും ചെയ്യരുതെന്ന്, എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്തത്? സോറി അതെന്നാ ഒരുപാട് പ്രശ്നം വന്നില്ലേ അതുകൊണ്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് രേവതി കൊണ്ടുപോവാം. അമ്പലത്തിൽ പോയി ഓട്ടോ ഇറങ്ങുമ്പോഴേക്കും അവിടെ രേവതിയുടെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ടാവുകയും അമ്മ പറയുന്നുണ്ട് സച്ചി പ്രശ്നങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്, ഇടയ്ക്കൊക്കെ വീട്ടിൽ വരണമെന്നൊക്കെ സച്ചിയോട് പറയുവാണ്. എന്നിട്ട് സച്ചി ഒന്ന് നോക്കുമ്പോഴേക്കും അവിടെ ആ കാറ് കിടക്കുന്നേ. അപ്പോൾ സച്ചി പറയും അയ്യോ ഇത് ഞങ്ങൾ കണ്ട കാറല്ലേ ഷോറൂമിലെന്ന് പറയുമ്പോൾ ഒക്കെ മഹേഷ് വരും. മഹേഷ് വന്നിട്ട് പറയും ഇത് ആ കാറ് തന്നെയാണ്, കൂട്ടുകാരൻ ഈ അമ്പലത്തിലാണ് പൂജിക്കാൻ കൊടുത്തതെന്ന് പറയും. അപ്പോഴേക്കും രേവതിയുടെ പെങ്ങൾ പോയി ആ കാറിനൊരു മാലയൊക്കെ ഇടുവേ. അപ്പോൾ സച്ചി ചോദിക്കും ഇതെന്താ നീ പോയി മാല ഇടുന്നതെന്ന് പറയും എനിക്കാണ് അവർ മാലയിടാൻ വേണ്ടി ഓർഡർ തന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയി ഇട്ടേന്ന് പറയും. സച്ചിക്ക് ആ കാറ് കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്, കാരണം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ആ കാറ് മേടിക്കണം എന്ന്. എന്നാലും കുഴപ്പമില്ല, സച്ചി പറയും വാ നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴേക്കും പൂജാരി വരുവേ പുറത്തോട്ട്. പൂജാരി വന്നിട്ട് ഇവരോട് വിശേഷമൊക്കെ തിരക്കും. എന്നിട്ട് പറയും ഞാൻ കാറിൽ ഇതൊക്കെ ഒന്ന് ചന്ദനമൊക്കെ തൊട്ടൊന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് പറ്റിയെന്ന് പറഞ്ഞ് കാറിൽ പോയി ആരതിയൊക്കെ ഒഴിയുവാണ്. എന്നിട്ട് പൂജാരി രേവതിയെ വിളിക്കും, രേവതി ഒന്ന് വാന്ന് പറയും ഇങ്ങോട്ടേക്ക്. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് പോകുകയും അപ്പോൾ സച്ചി ചോദിക്കും നീ എന്തിനാ പോകുന്നതെന്ന് പറയും. രേവതി അപ്പോൾ ഒന്നും മിണ്ടില്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ചാവിയൊക്കെ പൂജിച്ചിട്ട് പൂജാരി അത് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഈ താക്കോല് മേടിക്കുന്നതെന്ന് പറയും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും നിങ്ങളുടെ കാറാണിത് സച്ചി, രേവതി നിനക്ക് വേണ്ടി മേടിച്ചതാന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ആ കാറ് മേടിച്ച കൂട്ടുകാരൻ നീയാടാ സച്ചി, ഈ രേവതി
നിനക്കൊരു സർപ്രൈസ് തന്നതാന്ന് പറയുവേ. അപ്പോഴേക്കും സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുവേ, സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും രേവതിനോട് ഭയങ്കര അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ് സച്ചി. കാശൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് പറയുമ്പോൾ രേവതി പറയും, എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ പൂകെട്ടിയ കാശ്, അതെടുത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, മുഴുവനും കൊടുത്തോ? രേവതി പറയും, ഞാൻ വെറുതെ വീട്ടിലിരുന്ന് എനിക്കൊരു പൂക്കട ഇട്ട് തന്ന് സച്ചിയേട്ടൻ എന്നെ നെട്ടിച്ചില്ലേ, അപ്പോൾ എൻ്റെ സമ്പാദ്യത്തിൽ സച്ചിയേട്ടനെ കാർ മേടിച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചതാന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുവാണേ. സച്ചി മേടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച കാറാണല്ലോ അത്. ഏതായാലും ഇതോടുകൂടി രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിലെ വഴക്കൊക്കെ മാറി രണ്ടുപേരും കൂടുതൽ സ്നേഹിക്കുവാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ സ്നേഹ നിമിഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.